ഹലോ സുസാമൻ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നതെന്ന് പറയുന്നത് നമ്മുടെ വേർഡ് ഓർഡർ എന്ന് പറയുന്നതാണ്. അതായത് നമ്മുടെ വേർബ് പൊസിഷൻ എവിടെയാണ് വരിക, അല്ലെങ്കിൽ ബാക്കി ടൈം, പ്ലേസ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ വേർബിൻ്റെ പൊസിഷൻ എവിടെ വരികയാണെന്നാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് നമ്മളുടെ സാധാരണ സബ് ക്ലോസ് അല്ലെങ്കിൽ മെയിൻ ക്ലോസ്. നമ്മൾ സെൻറ്റൻസിന് രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്, സബ് ക്ലോസ് അല്ലെങ്കിൽ മെയിൻ ക്ലോസ് ആയിട്ട് തിരിക്കുന്നുണ്ട്. സോ മെയിൻ ക്ലോസ് നമ്മൾ എഴുതുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ വേർബിൻ്റെ പൊസിഷൻ വരിക എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ നമ്മൾ സാധാരണ ഇംഗ്ലീഷിലൊക്കെ പോലെ തന്നെ സബ്ജക്റ്റ്, വെർബ്, അതർ എലമെൻ്റ് ആണ് വരിക. സോ ജർമ്മനിലും സെയിം രീതിയിൽ തന്നെയാണ് പോവുക. സബ്ജക്റ്റ് സെക്കൻഡ് പൊസിഷനിലായിരിക്കും, വെർബ് ഉണ്ടായിരിക്കും, ആൻഡ് ഓൾസോ അതർ എലമെൻറ്റ് തേർഡ് പൊസിഷനിലായിരിക്കും വരുന്നുണ്ടാവുക. സോ നമ്മളൊരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ലേൺ ഡോയിഷ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായി, ഇഷ് എന്നുള്ള സബ്ജക്റ്റ് വന്നു, ലേൺ എന്നുള്ള ടു ലേൺ എന്നുള്ള വെർബ് എവിടെ വന്നു, സെക്കൻഡ് പൊസിഷനിൽ വന്നു. അതാണ് നമ്മളുടെ ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത്. നമ്മളുടെ സാധാരണ മെയിൻ ക്ലോസിൽ വെർബ് സെക്കൻഡ് പൊസിഷനിലായിരിക്കും വരിക. സോ നമ്മൾ സ്റ്റെപ്പ് 2 ആയിട്ട് നമ്മളുടെ വെർബ് സെക്കൻഡ് റൂളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെർബ് ഈവൻ ഇഫ് ഇറ്റ് വിത്ത് പ്ലേസ് അല്ലെങ്കിൽ തിങ്സ് എന്തെങ്കിലും ആയിക്കോട്ടെ, വെർബ് സെക്കൻഡ് പൊസിഷനിലായിരിക്കും. ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഹൗറ്റേജ് പ്രഹേഷ് ഡോയിഷ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൗറ്റേ എന്നുള്ളത് ഒരു പർട്ടിക്കുലർ ടൈം കാണിക്കുന്ന ഒരു വേർഡാണ്. സോ ഹൊയ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടുഡേ ആണ്. ആൻഡ് ഓൾസോ ഹൊയ്റ്റ് കഴിഞ്ഞ് വരുന്നത് വെർബാണ്. സോ വെർബ് സെക്കൻഡ് പൊസിഷനിലാണ് വരിക. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു സാധാരണ സെൻറ്റൻസ് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ പറഞ്ഞ സെൻറ്റൻസ് തന്നെ നോക്കുകയാണെങ്കിൽ ഇഷ് പ്രഷർ ഡോയിഷ് ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സബ്ജക്റ്റ് വന്നു ആൻഡ് സെക്കൻഡ് എന്ത് വന്നു, വെർബാണ് വന്നത്. സോ വെർബിൻ്റെ സെക്കൻഡ് റൂള് ഈ രീതിയിലാണ് പോകുന്നത്. സോ നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇൻ്റർ ഷൂളെ ലേൺ ഈഷ് ഡോഷ് എന്നുള്ളത് നോക്കണം. അപ്പോൾ ഇൻ്റർ ഷൂളെ എന്നുള്ള ഒരു എലമെൻറ്റ് എന്ത് വന്നു, ഫസ്റ്റ് പൊസിഷനിൽ വന്നു. സ്റ്റിൽ എന്ത് വന്നു, സെക്കൻഡ് പൊസിഷനിലാണ് നമ്മുടെ വെർബ് വന്നത്. സോ നമ്മളുടെ ഫസ്റ്റ് പൊസിഷനിൽ എന്ത് വന്നാലും, ഇപ്പോൾ ടൈം ആണെങ്കിലും പ്ലേസ് ആണെങ്കിലും വാട്ട് എവർ ഇറ്റ് ഈസ്, വെർബ് സെക്കൻഡ് പൊസിഷനിൽ വരും. ഇതാണ് സെക്കൻഡ് റൂൾ എന്ന് പറയുന്നത്. സോ നമ്മൾ സ്റ്റെപ്പ് 3 നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെർബ് അമ്മൻ്റിൽ വരുന്ന സെൻറ്റൻസ്. അമ്മൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റിലേക്ക് പോകുന്ന സെൻറ്റൻസ് ആണ്. അപ്പോൾ സബോർഡിനേറ്റ് കൺജക്ഷൻസിൽ അല്ലെങ്കിൽ നമ്മുടെ കണക്ടോസ്, നമ്മൾ ഏറ്റവും കുറേ കണക്ടോസ് പഠിക്കുന്നുണ്ട്. വൈൽ, ദ, ദസ്, വെൻ, അൽസ്, ഒബ് എന്ന് തുടങ്ങിയ കുറേ കണക്ടോസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കണക്ടോസ് ഒക്കെ വരുന്ന കേസസിൽ വെർബ് എവിടെ പോകും, അമ്മൻ്റിലേക്ക് ആയിരിക്കും പോവുക. ഇപ്പോൾ കണക്ടോസ് വരുന്ന കേസസിൽ മെയിനായിട്ട് ഹൗപ്പ് സെറ്റ്സ് ഉണ്ടായിരിക്കും, നേബൻ സെറ്റ്സ് ഉണ്ടായിരിക്കും, മെയിൻ ക്ലോസ്, സബ് ക്ലോസ്. സോ ഹൗപ്പ് സെറ്റ്സ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് പൊസിഷനിലായിരിക്കും കണക്ടോർ വരിക. സോ വരുന്ന വെർബ് അമ്മൻ്റിലേക്കായിരിക്കും പോവുക, അതും കോൺജുഗേറ്റഡ് ഫോമിലായിരിക്കും. ഇതാണ് സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കണക്ടോസിൻ്റെ ഒപ്പം വെർബ് വരുന്നത് അമ്മൻ്റിലായിരിക്കും. സോ നമ്മുടെ സ്റ്റെപ്പ് 4 എന്ന് പറയുന്നത് ടൈം, മാനർ, പ്ലേസ്. ഈ ഒരു രീതിയിൽ വരുവാണെങ്കിൽ ടൈമിൻ്റെ കേസിൽ ഞാൻ പറഞ്ഞു ഹൊയ്റ്റേ പറഞ്ഞു, അല്ലെങ്കിൽ മോർഗൻ അങ്ങനെ എന്തെങ്കിലും വരിക, അല്ലെങ്കിൽ മാനറായിട്ട് വേറെ എന്തെങ്കിലും വരിക, ആൻഡ് ഓൾസോ പ്ലേസ്. ഇങ്ങനെ ടൈം, മാനർ, പ്ലേസ് എന്നുള്ള രീതിയിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അത് ആ ഒരു ഓർഡറിൽ തന്നെയായിരിക്കും പോകുന്നുണ്ടായിരിക്കുക. ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഷ് ഗേ ഹിം മോർഗൻ മിറ്റ് മൈന ഫ്രോയിഡൻ ഇൻ സ്കീനോ. സോ മോർഗൻ ഉള്ളത് ടൈമാണ്, ആൻഡ് ഓൾസോ മൈനർ ഫ്രോയിഡൻ എന്നുള്ളതൊരു മാനറാണ്, ആൻഡ് പ്ലേസ് എന്ന് പറയുന്നത് ഇൻ സ്കീനോ ആണ് അവിടെ വരുന്നത്. സോ ടൈം, മാനർ, പ്ലേസ് എന്നുള്ള രീതിയിലായിരിക്കും നമ്മളുടെ 4ാമത്തെ സ്റ്റെപ്പിൽ പോവുക. ആൻഡ് ഓൾസോ 5ാമത്തെ സ്റ്റെപ്പ് വരുമ്പോൾ ഇപ്പോൾ 2 വെർബ് വരുന്ന സെൻറ്റൻസുകളാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ മൊഡാൽ വെർബ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ആൻഡ് ഓൾസോ അല്ലാതെ ഒരു മെയിൻ വെർബ് വരുന്ന കേസസിലാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് പൊസിഷനിൽ ഒരു വെർബ് ഉണ്ടായിരിക്കും, ആൻഡ് ഓൾസോ ലാസ്റ്റ് പൊസിഷനിലേക്ക് ആയിരിക്കും രണ്ടാമത് വരുന്ന വെർബ് പോവുക. അതായത് അത് ഇൻഫിനിറ്റീവ് ഫോമിലായിരിക്കും പോകുന്നുണ്ടായിരിക്കും. അതാണ് നമ്മുടെ സ്റ്റെപ്പ് 5 എന്ന് പറയുന്നത്. സോ അപ്പോൾ ഇങ്ങനെ 5 സ്റ്റെപ്പുകളാണുള്ളത്. നിങ്ങളൊരു സെൻറ്റൻസിലെ വെർബ് എവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടത് ഡിറ്റർമൈൻ ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഈ വീഡിയോയിൽ ഞാൻ 5 സ്റ്റെപ്പുകൾ പറഞ്ഞു തന്നിട്ടുണ്ട്, വെർബിൻ്റെ പൊസിഷൻ എവിടെയാണ് വേണ്ടിയിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. സോ അപ്പോൾ ചെസ്.